ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കർണാടകയിലെ മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ്. ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഭയങ്കര മഴയായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പുറത്തേക്ക് കാണുന്നത്. നല്ല മഴയും ചൂട് ചായയും പരിപ്പുവടയും കഴിച്ച് ഞാനിങ്ങനെ ആസ്വദിച്ചാണ് ഈ യാത്ര ചെയ്തിരിക്കുന്നത്. തീവണ്ടി യാത്ര എത്ര ചെയ്താലും മതിയാവാത്ത ഒരാളാണ് ഞാൻ. ആനയെ കാണുന്നത് പോലെ, കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് പോലെ തീവണ്ടി യാത്രയും എനിക്ക് എത്ര ചെയ്താലും മതിയാവാത്ത ഒന്നാണ്. മഴയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിപ്പായി. അങ്ങനെ യാത്ര തുടർന്നു. അവസാനം നമ്മൾ മുരുടേശ്വരം ക്ഷേത്രത്തിലേക്ക് എത്തുകയുണ്ടായി. അവിടുത്തെ കാഴ്ചകൾ കാണാം. ആദ്യമായാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിൻ്റെ ഗോപുരം കണ്ട് ഞെട്ടിപ്പോയി. അതിമനോഹരമായ ഒരു വലിയ ഗോപുരമായിരുന്നു. ക്ഷേത്രവാതിക്കൽ ഇരുവശങ്ങളിലായി 2 ആനകളുടെ ശില്പങ്ങളുണ്ടായിരുന്നു. 249 അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ച ഈ ഗോപുരത്തിന്റെ കവാടത്തിൽ 2 ഗജവീരന്മാരുടെ ശില്പങ്ങളുണ്ട്. അറേബ്യൻ കടലിന് സമീപമുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം. മുരുടേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്ര സമീപത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള 123 അടി ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണുള്ളത്. അറബിക്കടലിന്റെ തീരത്താണ് മുരുടേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടലിന്റെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെയും അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് ലഭിക്കും. ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാം. കർണാടകയിലെ പ്രധാന നഗരങ്ങളുമായും പട്ടണങ്ങളുമായും ഇത് നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുരുടേശ്വർ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, വാസ്തുവിദ്യാ മഹത്വത്തിന്റെയും ആത്മീയ പ്രാധാന്യത്തിന്റെയും പ്രതീകം കൂടിയാണ്. ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഒരു മതപരമായ അനുഭവം മാത്രമല്ല, ചരിത്രത്തിലൂടെയും പുരാണങ്ങളിലൂടെയുമുള്ള ഒരു യാത്ര കൂടിയാണിത്. ഇത് ആത്മീയാന്വേഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നു. ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ മാന്യമായ വസ്ത്രധാരണ രീതി പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ക്ഷേത്ര പരിസരത്ത് ചെരുപ്പുകൾ അനുവദനീയമല്ല. ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഭക്തർ അവ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. മതിവരോളം ഭഗവാനെയും തൊഴുത് പ്രസാദവും കഴിച്ച് തിരിച്ച് ഞങ്ങൾ ട്രെയിനിൽ വീണ്ടും വീട്ടിലേക്ക് യാത്രയായി. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.